ഹായ്, ഞാൻ സിജും ഭാസ്കർ, സിനിമോട്ടോഗ്രാഫറാണ്. എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മന്ദാകിനിയുടെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വന്നിരിക്കുന്നത്. മന്ദാകിനി എന്ന സിനിമ ഉണ്ടായത് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായൊരു സിനിമയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് കഥ എഴുതുന്ന സിനിമയാണ് മന്ദാകിനി. ഒരു സിനിമ കഥ എഴുതി ക്യാമറ ചെയ്യുക, അതെന്റെ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് പാർട്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്ലാൻ ചെയ്ത കാര്യമൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ നമുക്കൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും മോശം സിനിമ ആയതുകൊണ്ടല്ല, ശ്രദ്ധിക്കപ്പെട്ടില്ല. നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു മാർക്ക് കൊടുക്കാനുള്ള ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചർച്ചയിലാണ് ഒരുപാട് കഥകൾ ഞാൻ കേട്ടു. പക്ഷെ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ടുള്ള എനിക്കൊരു എന്റർടൈനർ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കഥ വന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് ഷാലു അവനൊരു കഥയുടെ ഒരു എലമെന്റ് പറയേണ്ടത്. ഈ മന്ദാകിനിയിലുള്ള ഒരു എലമെന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അത് നമുക്ക് ഒരു വെബ് സീരീസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു ആദ്യം. അങ്ങനെ ഷാലും പ്രതീക്ഷ എൻ്റെ ഫ്രണ്ടും കൂടി അത് എഴുതാൻ പോയി. അവരത് എഴുതി കൊടുത്തിട്ട് അവർ പറഞ്ഞു ഇല്ല, ഇത് വർക്കാവൂല, ഇതൊരു ഷോർട്ട് ഫിലിമിന് പോലുള്ള കണ്ടന്റ് ഇല്ല എന്ന് നമ്മുടെ ക്രൂ മൊത്തം പറഞ്ഞു. നമുക്ക് ഒരുപാട് ടീമുണ്ട്, എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനൊന്ന് എഴുതി നോക്കാന്ന് വെച്ചിട്ട് ഞാനാണ് ഇതിന്റെ 1 ലൈൻ എഴുതിയത്. ആദ്യത്തെ ഫസ്റ്റ് ഇന്റർവൽ പതിനഞ്ച് ക്ലൈമാക്സ്, അങ്ങനെയാണ് ഞാൻ ആദ്യം എഴുതിയത്. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് എഴുതി ഒരുപാട് ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഇവരെ ആരും വർക്കൗട്ട് അല്ല. ഫ്രണ്ട്സിനോട് ഇത് ഒരു സിനിമയാക്കി വെക്കാൻ വലിച്ചു നീട്ടണം, ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ടർ എത്തുന്നത്. ഡയറക്ടറോട് പറഞ്ഞു, വിനോദ് ലീല എന്നാണ് പേര്. എനിക്ക് എത്ര പരിചയമൊന്നുമില്ല വിനോദിന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, പീനാറി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ജോണർ മന്ദാകിനി എനിക്കുണ്ട്. വിനോദിനോട് പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സിന് വർക്കാവാത്ത സാധനം വിനോദിന് വർക്കായി. അങ്ങനെയാണ് ഈ മന്ദാകിനിലേക്ക് എത്തുന്നത്. മന്ദാകിനിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു ഫിലിം അൽത്താഫിനെ അനാർക്കലിനെ വെച്ച് വലിയ ബഹളങ്ങളില്ലാതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ ഒരു സിനിമ ചെയ്തെടുക്കാനാണ് നമ്മളെ ആദ്യത്തെ പ്ലാൻ. അപ്പം അതിനുവേണ്ടി ഒരു പ്രൊഡക്ഷൻ റെഡിയായി അവർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് എത്രയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നു, ഞങ്ങൾ കഥ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ മെയിനായിട്ട് വീണ്ടും നമ്മൾ കഥ ഒരു നോർമൽ കഥയാണ്, ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പൊ അതൊരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിൽ പറയണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ആദ്യം വിനോദ് പറഞ്ഞു നമുക്ക് ഇടുക്കിയിൽ പറഞ്ഞാലും, ഇടുക്കിയിലെ ഗ്രാമങ്ങളിൽ പറഞ്ഞാലും. ഇടുക്കിയിൽ ഒരുപാട് സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിനോദിനെ അറിയാവുന്ന വിനോദാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. വിനോദിനെ അറിയാവുന്ന ഒരു സ്ഥലം അങ്കമാലിയാണ്. അപ്പൊ അങ്കമാലിയിൽ എവിടെ ഡിഫറെന്റ് ആയിട്ട് ഇത് ലൊക്കേഷൻ പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് വിനോദ് ഒരു ദിവസം രാത്രി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതായത് എയർപോർട്ടിന്റെ റൺവേ ഉണ്ട്, അങ്കമാലി എയർപോർട്ടിന്റെ റൺവേയുടെ 50 മീറ്റർ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറെ വീടുകളുണ്ട്. അപ്പൊ ആ വീടിന്റെ മുകളിലും കയറി നിന്ന ഫ്ലൈറ്റ് പോകും. ഇത്രയാണ് ഇവൻ എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ, വീടിന്റെ മുകളിൽ കുറച്ച് ദൂരെ ഫ്ലൈറ്റ് പോകുന്നുള്ള. വിനോദ് അന്ന് രാത്രി തന്നെ പോയിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നു. അതായത് ഏതോ ഫ്ലൈറ്റ് ഒരു വീടിന്റെ തൊട്ട് മുകളിൽ വലിയൊരു ഫ്ലൈറ്റ് കയറി പോകുന്നു, തൊട്ടടുത്ത് കൂടെ. അതായത് 50 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നാളെ തന്നെ ലൊക്കേഷൻ കാണാൻ വരാം. ആരോമൽ എന്നാണ് ഇതിൽ അൽത്താഫിന്റെ കഥാപാത്രത്തിന്റെ പേര്. ആരോമലിന്റെ വീട് തന്നെ. പക്ഷെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചെങ്കിൽ, നമുക്കൊരു ലൊക്കേഷൻ മാനേജർ ഇല്ല. അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് അന്നുണ്ടായിരുന്നില്ല ആ പ്രൊഡക്ഷനുള്ള സമയത്ത്. അതിനുശേഷം പ്രൊഡക്ഷൻ മാറിയതാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അന്ന് നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പൊ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ ഏബിള്, എന്റെ അസിസ്റ്റന്റ് ഷാലു രണ്ടുപേരും കൂടി 2 സെക്ഷനിൽ പോയി. ഒരാള് റൺവേയുടെ ലെഫ്റ്റ് സൈഡിലും ഒരാൾ റൺവേയുടെ റൈറ്റ് സൈഡിലും. അങ്ങനെ 2 ടീമായിട്ട് പോയി. അപ്പൊ നമ്മൾ പോകുന്ന വീട്ടിൽ നമുക്ക് ആകെയുള്ള കാര്യം വെച്ചെങ്കിൽ ഒരു കല്യാണ പന്തലിടണം. പിന്നെ വീടിന്റെ ബാൽക്കണിയിൽ ഏകദേശം 18ഓളം സീനുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് വേണം. അപ്പൊ നമ്മൾ പല വീട് പോയി നോക്കുമ്പോഴും പല സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഒരുവിധം നല്ലതായിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കയറും, പക്ഷെ പെർമിഷൻ കിട്ടില്ല. പെർമിഷൻ കിട്ടിയ സ്ഥലത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് ഓക്കെ അല്ല. ഒരു വീട് നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷെ ആ വീട്ടിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
പക്ഷെ അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ഷൂട്ട് ചെയ്തോളൂ, മുകളിൽ വേണം നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഡെസ്ക് പൈപ്പ് ഒരു ചായ കുടിച്ചു. ഏബിളിന് അസോസിയേറ്റ് ആയിട്ട് ഏബിൾ ഉണ്ട്. ഏബിളിന് ആ ചായക്കടയിൽ നിന്ന് ഒരു ചേട്ടനെ സെറ്റാക്കി ഒരു വീടുണ്ടെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വീടുള്ളൂ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കൂല. ഞങ്ങൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം നമ്മൾ കഥയിലൊക്കെയും ഈ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാ സ്ക്രിപ്റ്റിലും നമ്മൾ എഴുതി. അങ്ങനെ ഏബിൾ അവിടെ പോയിട്ട് പറഞ്ഞു, ചേട്ടാ സ്പേസ് കുറവാണ്, പക്ഷെ അടിപൊളി സ്ഥലമാണ്, ഒന്ന് വന്ന് നോക്കി. അപ്പോൾ സ്പേസ് കുറവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കാറെടുത്ത് പോയി. ഫസ്റ്റ് ഓടി കയറിയത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഉണ്ണിയളീനൊക്കെ ഇരിക്കുന്നൊരു സംഭവമുണ്ട്. അവിടേക്കാണ് ഞാൻ ആദ്യം ഓടി കയറിയത്. അത് കണ്ടപ്പോൾ സ്പേസ് കുറവാണ്, പക്ഷെ ഭയങ്കര രസമുണ്ട് തൊട്ടടുത്ത് കൂടെ ഫ്ലൈറ്റ് കയറി പോകുന്നത്. അത് നമുക്ക് ഓക്കെ. വീടിൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ സ്പേസ് തീരില്ല. ആകെ 2 റൂമുള്ളൂ, കുഞ്ഞൊരു വീട്, നല്ല കുറച്ച് ആൾക്കാരും വീട്ടിൽ. പക്ഷേ അപ്പം ഞാൻ ക്യാമറ ടെക്നിക്കൽ സൈഡിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ അലക്സ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അലക്സ കുറച്ച് ബിഗ്ഗർ ക്യാമറയാണ്. അപ്പം ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു ഞാൻ റെഡ് ജെമിനിയിൽ അത് ഷൂട്ട് ചെയ്യുള്ളൂ. റെഡ് ജെമിനി കുറച്ച് കുഞ്ഞ് ക്യാമറയാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ പ്ലാൻ ചെയ്തു. അടുത്ത ഇഷ്യൂ എന്ന് വെച്ചാൽ ആ വീട്ടുകാർ അവിടെ നിന്ന് മാറണം. കാരണം വെച്ചെങ്കിൽ 2 റൂമുള്ള 2 റൂം നമുക്ക് ആവശ്യമാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീടിന് 1 മാസം മാറി തരുമെന്ന് വെച്ചാൽ പോയി പണിയൊക്കെ ഞാൻ പറയും. അപ്പോൾ വീട്ടിലെ ചേട്ടൻ്റെ പേര് ജോസഫ് ആയിരുന്നു. അപ്പോൾ ജോസഫ് ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ലൊക്കേഷൻ വേണം, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇവിടെ പന്തലിടാൻ പറ്റുമോ? അപ്പോൾ വീട് മാറുന്ന കാര്യം നമ്മളേറ്റവും അവസാനം പറയുള്ളൂ. ആ പന്തലിട്ട മോനെ അങ്ങനെ പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ മോനുണ്ട്, എനിക്ക് ക്യൂട്ടായിട്ടുള്ള പൈനാ, ഇവനെ നമുക്ക് അഭിനയിക്കാൻ തരുമോ? കാരണം നമുക്ക് അങ്ങനെ ഒരാൾ വേണമായിരുന്നു, അവൻ അഭിനയിച്ചിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ 1 മാസം ചേട്ടന് മാറി തരണം, നമ്മൾ ഹോട്ടൽ എടുത്തു തരാം. അപ്പം തന്നെ പുള്ളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് തറവാടുണ്ട്, ഞാൻ മാറി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീട് കിട്ടി. നെക്സ്റ്റ് പെയിന്റ് ചെയ്യണം, പന്തലിടണം. ഇതിനൊന്നും പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ പെയിന്റ് ചെയ്യാൻ വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി പെയിന്റ് ചെയ്യും. എൻ്റെ അസിസ്റ്റൻസും എല്ലാവരും കൂടി പെയിന്റ് ചെയ്ത് വീട് സെറ്റാക്കി. പന്തലുകാരനോട് പറഞ്ഞ് കാല് പിടിച്ച്, അപ്പോൾ അവൻ ഭാവന പന്തൽ അങ്ങനത്തെ ഒരു പേര്, 1 ലക്ഷം രൂപയ്ക്കാണ് പുള്ളി 25 ദിവസത്തെ പന്തലിൻ്റെ പൈസ. എല്ലാ സാധനങ്ങളും ഞങ്ങൾ പറഞ്ഞ് റെഡിയാക്കി. പെട്ടെന്ന് ഈ പ്രൊഡക്ഷനായിട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഓക്കെ ഇല്ല എന്നുള്ള ഒരു രീതി വന്നു. അപ്പം പ്രൊഡക്ഷൻ ഫ്ലാറ്റ് ഒന്നും എടുത്തൊന്നുമില്ല നമുക്ക്. എൻ്റെ ഫ്ലാറ്റിലാണ് എല്ലാവരും ഇരുന്ന് എഴുതുന്നത്. 9 പേര് എൻ്റെ ഫ്ലാറ്റിലുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഒരു ദിവസം ഏർലി മോർണിംഗ് ഞാൻ എണീറ്റിട്ട് ഞാൻ പ്രൊഡ്യൂസർക്ക് മെസ്സേജ് അയച്ചു. അവർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനെ പറയുമ്പോൾ വല്ല ഗസ് ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞാണ്, ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല അവർ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ അല്ല നിങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ഈ പടം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ അഡ്വാൻസ് എന്ന കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ എനിക്കിപ്പോൾ വേണം. ഞാൻ അപ്പം തന്നെ കൊടുത്തു. കുറേ അവിടെ നിന്നും കടം മാറ്റി ഏകദേശം 3-3.5 ലക്ഷം രൂപയോളം ഒപ്പിച്ച് കൊടുത്തു. 9 പേര് 9 വഴിക്ക് പിരിഞ്ഞു. ഈ സിനിമ നടക്കില്ല എന്ന് അറിയില്ല. അങ്ങനെ ഒരു 10-12 ദിവസം തോളം ഡെസ്പ് അടിച്ചിരുന്നു ഞാനും വിനോദും ഡയറക്ടർ. വിനോദിനോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ മലയാള സിനിമയിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും പോയി കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രശ്നം വെച്ചെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരാളും പറഞ്ഞില്ല. പക്ഷേ മാർക്കറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അൽത്താഫ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അൽത്താഫ് എന്നോട് ഒരു 5-6 തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് പടം ചെയ്യും, എന്നെ വെച്ച് ചെയ്യില്ലേ, എനിക്ക് മാർക്കറ്റ് ഇല്ലാന്ന്. അത് അൽത്താഫ് അത്രയും അടുത്ത സുഹൃത്തായാണ് പറയുന്നത്. അപ്പം എനിക്ക് 100% ഉറപ്പായിരുന്നു ഇതിലൊരു പരിപാടി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ സ്പയർ പ്രൊഡക്ഷൻ്റെ സഞ്ജു ഉണ്ണിത്താൻ്റെ അടുത്ത് എത്തുന്നത്. സഞ്ജുടൻ കഥ കേട്ട് അൽത്താഫാണ് അടിപൊളി, അനാർക്കലിയാണ് അടിപൊളി, വല്ലാത്തൊരു മനുഷ്യൻ, കഥ കേട്ടിട്ട് നമുക്കിത് ചെയ്യണം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കയറി. നമ്മൾ പറഞ്ഞതിനേക്കാളും ഇരട്ടി ബഡ്ജറ്റ് തരാമെന്നൊരു പ്രൊഡക്ഷൻ വരുന്നു. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. എല്ലാവരും വെച്ചു തിരിച്ചെല്ലാവരും വന്നു. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തന്നെ സഞ്ജുവിന്റെ സൈഡിൽ നിന്ന് തന്നെ വൻ സപ്പോർട്ട് എന്തിന്. അപ്പം നമ്മൾ കുറച്ചുകൂടി ലക്ഷറി. നാളെ നേരെ അങ്കമാലിക്ക് വരുന്നു, നമ്മൾ ഷൂട്ട് തുടങ്ങാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് മന്ദാകിനി ഉണ്ടാവുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് നമ്മുടെ ബാൽക്കണി ഷൂട്ട് ചെയ്യേണ്ട റൺവേയുടെ തൊട്ടുപ്പുറത്താണ്. അപ്പം എയർപോർട്ടിൻ്റെ എന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് മുടങ്ങിപ്പോകും. എയർപോർട്ട് പെർമിഷൻ എടുക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് മെജോ വഴി പോയി എയർപോർട്ടിലെത്തി. എയർപോർട്ട് മാനേജർ സംസാരിച്ചപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമല്ല എയർപോർട്ട്, പിന്നെ ഞങ്ങൾ എന്തിനാണ് പെർമിഷൻ തരുന്നത്, ഞങ്ങൾക്ക് പെർമിഷൻ തരാനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾ എയർപോർട്ടിൻ്റെ ആ മതിൽ തൊട്ടാൽ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും തൊട്ടടുത്തുകൂടെ ഫ്ലൈറ്റ് വരുന്ന സ്ഥലമാണ്. നമുക്ക് കൂടുതൽ നൈറ്റ് സീക്വൻസ്, പടത്തിന് 90% നൈറ്റാണ്. അപ്പോൾ നൈറ്റിൽ ലൈറ്റ് ചെയ്യേണ്ടി വരും. ഈ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ഷൂട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ ടൈറ്റായിട്ട് 30 days എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങിച്ചിട്ട് ഷൂട്ട് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഈ സിനിമ നിന്ന് പോകും. അപ്പോൾ ഓൾറെഡി അവിടെ എങ്ങനെ ലൈറ്റ് ചെയ്യാൻ ആലോചിച്ചു.
അപ്പം ആ വീട്ടിലെ ചേട്ടനോട് ഞാൻ ചോദിച്ചു, നമ്മൾ ഷൂട്ട് ചെയ്യണ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ കല്യാണം നടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ലൈറ്റൊക്കെ കെട്ടാറുണ്ടോ ചോദിച്ചു. ചേട്ടൻ പിന്നെ ലൈറ്റ് കെട്ടാറുണ്ട്. പാട്ട് പാടാറുണ്ടോ? പാട്ട് വയ്ക്കാറുണ്ട്. ഒരു കല്യാണം നടക്കുമ്പോൾ ഇതൊരു ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ സുനിലേട്ടനോട് പറഞ്ഞു, സുനിലേട്ടാ എനിക്ക് ബാൽക്കണിയുടെ മുകളിൽ കുറച്ചധികം ബൾബുകൾ വേണം, ഇന്ന രീതിയിലായിരിക്കണം ഈ ബൾബ് വേണ്ടത്, ഞാൻ അവിടെ അധികം ലൈറ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഫേസ് മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ, മൈക്ക് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. സുനിലേട്ടൻ ആ ലൈറ്റ് മൊത്തം വെച്ച് തന്നു. വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിൽ കുറേ ലൈറ്റ് വെച്ച് തന്നു. ഞാൻ എൻ്റെ ലൈറ്റ് മീറ്റർ കൊണ്ട് രാത്രി പോയിട്ട് ഞാൻ റീഡ് ചെയ്ത് നോക്കി. റീഡ് നോക്കിയപ്പോൾ എക്സ്പോഷർ ഉണ്ട്, ഓക്കെയാണ്, ഷൂട്ട് ചെയ്യാനുള്ള സാധനം കിട്ടി. ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഈ എയർപോർട്ടിൻ്റെ റൺവേയിൽ ലൈറ്റ് ഉണ്ട് മതിലിൽ, ആ ലൈറ്റാണ് എൻ്റെ ബാക്ക് ഡ്രോപ്പ് ലൈറ്റ്, അതായത് ആർട്ടിസ്റ്റ് ഇരിക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ റൺവേയുടെ ലൈറ്റ് ഓഫ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ റൺവേയുടെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന. അങ്ങനെ രാത്രി വീണ്ടും പോയി ടെൻഷനായി, വീണ്ടും പോയി ഡയറക്ടർ ചെയ്ത് നോക്കിയപ്പോൾ റൺവേയുടെ ലൈറ്റ് കണ്ടിന്യൂസ് ഓണായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലെയർ കിട്ടും, ആർട്ടിസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട്, അങ്ങനെ 3 ലെയർ നമുക്ക് കിട്ടും. അങ്ങനെ അതും സംഭവിച്ചു. അതും ഹാപ്പി അടിക്കുന്ന സമയത്താണ് ഷൂട്ട് തുടങ്ങുന്നത്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം തന്നെ എയർപോർട്ടിൽ നിന്ന് സെക്യൂരിറ്റിക്ക് വന്നിങ്ങനെ നോക്കി എനിക്ക് പേടിയായിപ്പിക്കാൻ. അവർ സ്റ്റേ പറഞ്ഞാൽ നമുക്ക് നിർത്തേണ്ടി വരും. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് വൻ സപ്പോർട്ടായിരുന്നു. നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഈ ബാൽക്കണി സീക്വൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ ലേസർ വെച്ചിട്ട് പറയും ക്യാമറ കുറച്ച് ഇപ്പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങോട്ട് വയ്ക്കുന്നൊക്കെ പറയും. അപ്പോൾ വിനീത് തട്ടിലുണ്ട്, ഉണ്ണിയളീനെ അവൻ്റെ അപ്പോൾ തട്ടിൽ പറയും, മോനെ ഇതേപോലെ അവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട്, അവരെ കയ്യിലൊരു ലേസർ ഉണ്ട്, അവരെയും ചെയ്താൽ പിന്നെ അവിടെ ഇരുന്നോളണം, കാരണം അവർ പെട്ടി വയ്ക്കും. പക്ഷേ എയർപോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. അതായത് ഫുൾ നൈറ്റ് നമ്മൾ 27 ഡേയ്സ് ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു സിംഗിൾ പ്രശ്നം അവർക്ക് വേണമെങ്കിൽ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ അവരത്രയും ക്രിയേറ്റീവായിട്ട് അതിനെ കണ്ടു എന്നുള്ളതാണ് അതിന് നമ്മളെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. പിന്നെ മന്ദാകിനിയുടെ അടുത്ത പ്രത്യേകത വെച്ചെങ്കിൽ നമ്മളതിൻ്റെ കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് 5 ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അൽത്താഫ്, ലാൽ ജോസാറ്, ജിയോ ബേബി, അജയ് വാസുദേവ്, ജൂഡ് ആന്റണി. അപ്പോൾ എന്താ സംബന്ധിച്ചെങ്കിൽ അൽത്താഫ് ഓൾറെഡി നമ്മൾ നായകനാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാൽ ജോസാറ് അഭിനയിക്കുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, കാരണം ഞാൻ ഭയങ്കര ലാൽ ജോസാർ ഫാനാണ്. ലാൽ ജോസാറിനോട് വർക്ക് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സാറ് ഈ ക്യാരക്ടറിന് പക്ക ആപ്റ്റുമാണ്. സാറിനെ വിളിച്ചു, സാറ് കഥ കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് കഥ പറഞ്ഞു. സാറിന് അത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞു ഞാനിത് ഓക്കെയാണ്, ഞാൻ ഇത്രയും വലുതൊന്നും ചെയ്തിട്ടില്ല, കുറേ ഡയലോഗ്സും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു സാറ് ഓക്കെയാണ്. അപ്പോൾ സാറിനെ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് അജയ് വാസുദേവ് ചെയ്ത ക്യാരക്ടറുണ്ട്. അജയേട്ടൻ സിംഗർ മനോജ് എന്നിട്ട് ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അജയേട്ടൻ സാധാരണ മാസ് പടങ്ങളുടെ ക്യാരക്ടറും ഒക്കെയാണ്. പക്ഷെ അജയേട്ടൻ വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയുടെ പോലത്തെ ഒരു മനസ്സിന് എനിക്ക് 10 years ആയിട്ട് അറിയാം. അജയേട്ടൻ്റെ ക്യാരക്ടറിനുള്ള സാധനമല്ല അജയേട്ടൻ ചെയ്യുന്നത്. അജയേട്ടൻ മറ്റേ അവിടെ ഗുണ്ട ഇവിടെ ഗുണ്ട അങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നത്. അജയേട്ടൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അജയേട്ടനോട് ഞാൻ കഥ പറഞ്ഞപ്പോൾ അജയേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജിയോ ബേബി വിനോദിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സിനിമയിലൊരു മെയിൻ ക്യാരക്ടർ വരുന്ന ആളാണ് ജിയോ ബേബി. സാഗർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ജിയോ ചേട്ടനോട് ഇങ്ങനെ കഥ പറയാൻ പോയി. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ കഥ മുഴുവൻ കേൾക്കാവോ? പക്ഷേ ചേട്ടൻ പറഞ്ഞു അതിനെന്താ കേൾക്കാമല്ലോ. അപ്പോൾ കഥ മൊത്തം കേട്ടിട്ട് ചേട്ടൻ്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞില്ല, മൊത്തം കേട്ടിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ചേട്ടൻ്റെ ക്യാരക്ടർ ആണ്. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, പുള്ളി ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം ജൂഡ് ചെയ്ത ക്യാരക്ടറും ഇതേപോലെ തന്നെ പോലീസ് ഓഫീസർ ക്യാരക്ടർ. അത് ഷൂട്ട് നടക്കുമ്പോഴാണ് നമ്മൾ ജൂഡിനെ വിളിക്കുന്നത്. ഞാൻ മാറി ഇന്ന് ഫോണിലൂടെയാണ് ജൂഡിനോട് കഥ പറയുന്നത്. ജൂഡ് വന്ന് അഭിനയിച്ചു പോയി. അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങി 7 days കഴിഞ്ഞപ്പോൾ അസോസിയേറ്റ് ടേബിൾ വന്നിട്ട് പറഞ്ഞു, നമ്മളെ പടത്തിലെ ഡേ സീൻ എല്ലാം തീർന്നു, ഇനിയുള്ള 85% നൈറ്റ് സീനാണ്. അപ്പോൾ നമ്മൾ ചാർട്ട് മാറി. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഷൂട്ട് ലൊക്കേഷനിൽ ഇറങ്ങും. ഈ നൈറ്റ് ഇൻഡോർ ഉള്ളത് നമ്മൾ മറച്ചിട്ട് ഷൂട്ട് ചെയ്യും. വീടിനകത്തുള്ളത് 2 മണിയാകുമ്പോൾ ഷൂട്ട് ചെയ്ത് ഒരു 6 കഴിഞ്ഞ് തന്നെ നമ്മൾ പുറത്തിറങ്ങും, വീടിൻ്റെ പുറത്തുള്ള സീക്വൻസ്. പിന്നെ ഈ പടത്തിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവലുണ്ട്, ലേഡീസിൻ്റെ ട്രാവൽ, ജെൻസിൻ്റെ ട്രാവൽ. ഈ ട്രാവൽ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചെങ്കിൽ ക്രിസ്മസ് തലേന്നാണ് ഈ സിനിമ നടക്കുന്നത്. നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ അങ്കമാലി സൈഡിലും എല്ലായിടത്തും സ്റ്റാറും എല്ലാ ഷോപ്പുകളിലും ലൈറ്റ് ഇടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊരു ഹെവി ബഡ്ജറ്റ് സിനിമയല്ല, നമുക്ക് അത്ര ഏരിയ ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് LED ലൈറ്റ്സുകളും സാധനങ്ങളും വെക്കണം. അപ്പം നമുക്കത് വലിയൊരു ടെൻഷനായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആർട്ട് ഡയറക്ടർ പറയുന്നത് അപ്പുറത്തെ പള്ളിയിൽ പെരുന്നാളുണ്ട്, ഇപ്പുറത്തെ പള്ളിയിൽ പെരുന്നാളുണ്ട്, അങ്കമാലി സൈഡിലും മൊത്തം പള്ളി പെരുന്നാൾ നമുക്ക് വേണ്ടിയിട്ട്. നേരെ ഞങ്ങൾ അവിടെ പോയി നോക്കും, അവിടെ ആ പള്ളിയിലെടുത്ത ലൈറ്റൊന്നും നമ്മൾ ചെയ്തിട്ടുള്ളതല്ല. അപ്പം നമ്മൾ ക്യാമറ വയ്ക്കുമ്പോൾ അൽത്താഫ് വന്ന് ജീപ്പ് കയറും. അൽത്താഫ് ഷോട്ട് എടുത്തിട്ട് എന്നോട് വന്നിട്ട് പറയും, OC-യിൽ കുറേ ലൈറ്റ് കിട്ടിയില്ലെന്ന്. അപ്പം ഞാൻ ഫുൾ വൈഡ് ലെൻസ് ഇട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
അത്രയും സാധനം സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല, ഭയങ്കര ഹെവി ബഡ്ജറ്റിലോട്ട് പോകും. അത്രയും മാൻ പവർ വേണം, ഇത്രയും അതായത് ഏകദേശം 8-9 കിലോമീറ്ററോളം വേണം ഈ ലൈറ്റ്. 8-9 കിലോമീറ്റർക്ക് ലൈറ്റ് ഇടുന്ന തെലുങ്ക് പടമൊക്കെ ആയിരിക്കണം. അപ്പൊ അത് തന്നെ വിഷ്വലിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്കമാലി സൈഡിലൊക്കെ വന്നിട്ടില്ലേ. ഇതിന്റെ മെയിൻ ഏരിയയിലുള്ള വണ്ടി പോകുന്ന സ്ഥലത്തുള്ള ലൈറ്റുകളെല്ലാം നാച്ചുറൽ ലൈറ്റുകളായിരുന്നു. അതിന്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചെങ്കിൽ നമ്മൾ പോകുന്നത് ഫുൾ ഡേ നൈറ്റാണ് ഷൂട്ട്. ആക്ടേഴ്സിനെ സംബന്ധിച്ചപ്പോൾ ലേഡീസ് ആണെങ്കിൽ അവർ ഒരു കോസ്റ്റ്യൂമാണ്. അനാർക്കലിക്ക് ഒരു സാരിയിലാണ് ഇങ്ങനെ 27 days വർക്ക് ചെയ്യണത്. പെൺകുട്ടികളുണ്ട്, അൽത്താഫ് ഉണ്ട്. അൽത്താഫ് രാത്രി 2 മണിയാകുമ്പോഴേക്കും ഞാൻ മറ്റേ നാടൻ പാട്ട് ഷൂട്ട് ചെയ്യുക. നാടൻ ഫസ്റ്റ് സോങ്ങിൽ മാമന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്നുള്ള ഇതുണ്ട്. അപ്പൊ അൽത്താഫ് 3:30ക്കാണ് ആ ഷോട്ട് എടുക്കുന്നത്. അപ്പൊ അൽത്താഫിനോട് ഞാൻ പറഞ്ഞു, അൽത്താഫ് നല്ല റൊമാൻറ്റിക് ആയിരിക്കണം, ഇതുവരെ കാണാത്ത അൽത്താഫ് ആയിരിക്കണം. അപ്പൊ എന്നോട് രാത്രി 3:30 റൊമാൻറ്റിക് എനിക്ക് ഉറക്കം വന്നിട്ട് വരികയാണ്. അനാർക്കലിയുടെ കാര്യം പറയണെങ്കിൽ ആദ്യത്തെ 5 ദിവസമൊക്കെ അനാർക്കലി അത്ര മൂടൊന്നും ഇല്ലാണ്ടൊക്കെ നിന്ന്. 5 ദിവസം ഇങ്ങനെ അനാർക്കലിക്ക് വേറെ വൈബാ. ഒരു ദിവസം 3 മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഏർലി മോർണിംഗ് 3 മണിക്കാണ്. ഞാൻ പറഞ്ഞു പൊക്കോ ഷൂട്ട് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ 5 മണി കഴിഞ്ഞ പോകുള്ളൂ. അപ്പൊ അത്രയും സപ്പോർട്ട് ലാൽ ജോസിന്റെ പോലത്തെ ആൾക്കാർ, ജിയോ ചേട്ടൻ, കംപ്ലീറ്റ് നാട്ടുകാർ നമുക്ക് ഡേ ആയിട്ട് നമ്മൾ 27 days നമ്മുടെ കൂടെ നിന്നു. ഇതിന്റെ അടുത്ത ലൊക്കേഷൻ തന്നെ നമ്മുടെ മഞ്ചാടി സോങ് ഉണ്ട്. ഗണപതിയും അനാർക്കലിയും ഉള്ളൊരു സോങ് ആണ്. ഈ ഗണപതിയുടെ വീടുള്ളത് വൈപ്പിനിലാണ്, നമ്മളെ അൽത്താഫിന്റെ വീട് അങ്കമാലിയിലും. അപ്പൊ നമുക്ക് 2 ടൈമാണ്. ഈ വൈപ്പിനിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പൊ ഒരിക്കലും ഈ സോങ് നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 ദിവസം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകണം. അപ്പൊ അത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് ലൊക്കേഷൻ പോകണമെന്നുണ്ട്. നമ്മൾ ആദ്യം പോയത് കടമക്കുടിയാണ്. പക്ഷെ കടമക്കുടിയിൽ ഒരുപാട് കണ്ട ഫ്രെയിമുകളാണ് എല്ലാം ഉള്ളത്. കാരണം ഒരുപാട് നല്ല സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി ഏരിയയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബീച്ച് വേണം, വീട് വേണം, വെള്ളം വേണം. അങ്ങനെയാണ് നമ്മൾ ചെറായിൽ പോകുന്നത്. ചെറായിൽ പോയി നോക്കിയപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം, നമ്മൾ ഇത്രയും ഷിഫ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ടൈം എടുക്കും ചെറായി ഏരിയ എത്തിപ്പെടുക എന്നുള്ളത്. കാരണം സോങ് ആകുമ്പോൾ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം. എല്ലാം ലെങ്തി സ്ഥലങ്ങളാണ്. ഞാൻ ആദ്യം ചെയ്തെങ്കിൽ അവിടെ പോയിട്ട് ഓരോരോ സ്ഥലം മാർക്ക് ചെയ്തു. അതായത് അവിടെ ഗണപതി പ്രപ്പോസ് ചെയ്യുന്ന അമ്പിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോങ്ങിന്റെ ഇടയ്ക്ക് പറയുന്ന ലൊക്കേഷൻ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ 2 കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു 8 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്കുള്ള 13 ലൊക്കേഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. അല്ലാന്ന് നമുക്ക് ഷിഫ്റ്റിംഗ് നടക്കൂല. എന്നാൽ 2 ദിവസം സോങ്ങിന്റെ ഡേറ്റ് ഉള്ളൂ. കറക്റ്റ് ആ മാപ്പ് നോക്കി ഒരു ടീം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനെ ആ ഒരു 8 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ ഗണപതിയും അനാർക്കലിയും തമ്മിലുള്ള മഞ്ചാടി എന്നുള്ള സോങ് നമ്മൾ ഷൂട്ട് ചെയ്ത്. 2 days കൊണ്ടാണ് നമ്മൾ ആ സോങ് ഷൂട്ട് ചെയ്ത് തീർത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും വലിയ റിസ്ക്കുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പിളി, അതായത് അനാർക്കലിയുടെ വീട് നിൽക്കുന്ന വൈപ്പിനിലാണ്. ഈ വൈപ്പിനിൽ നമുക്ക് ഒരുപാട് സീനുകളുണ്ട്. പക്ഷെ വൈപ്പിനിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുക ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കേസല്ല. ഒരു ജങ്കാറും വേണം, അനാർക്കലിയുടെ വീടും വേണം. ഇത് വൈപ്പിനിലാണ് കഥയിലുള്ളത്. പക്ഷെ ഞങ്ങൾ 2 ഷൂട്ട് ചെയ്ത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലിയിൽ നമുക്ക് അനാർക്കലിയുടെ വീടും കിട്ടി. അങ്കമാലിയിലൊരു ജങ്കാറുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് ലൊക്കേഷൻ കാണാൻ വേണ്ടി കാണാൻ പോയിട്ട് സുഗീഷ് എന്നൊരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം. സുഗീഷാണ് ഈ ജങ്കാറിന്റെ കാര്യം ആദ്യം എന്നോട് പറഞ്ഞത്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഈ പാട്ടിന്റെ ഫസ്റ്റ് തുടക്കം മഞ്ചാടി എന്ന് പറഞ്ഞ തുടങ്ങുന്ന പോർഷൻ ഉണ്ട്. അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ അങ്കമാലി തന്നെയാണ്. പലവർക്കും അതിശയമാണ്. എന്നോട് അജയനൊക്കെ വന്ന് ചോദിച്ചാൽ നിങ്ങൾ വൈപ്പിൽ പോയി? നമ്മൾ വൈപ്പിൽ പോയില്ല, ഇത് അങ്കമാലി തന്നെയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സ്, മന്ദാങ്ങിന്റെ ക്ലൈമാക്സ് നടക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. കാരണം എന്ന് വെച്ചെങ്കിൽ ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ വന്നിട്ടാണ് ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് സിനിമ. പക്ഷെ ഈ ക്ലബ്ബിലും ഇത്രയും നമ്മൾ ക്ലൈമാക്സ് ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്ത് നമ്മൾ ടോട്ടലി ഈ സിനിമയ്ക്ക് കാണിച്ചുള്ള വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ലൈറ്റും ഭയങ്കര ബ്രൈറ്റാണ്. ഫേസും ബ്രൈറ്റ്, ബാക്ക്ഗ്രൗണ്ടും ബ്രൈറ്റ്. ക്ലൈമാക്സ് ഡള്ളായി പോകാൻ പറ്റില്ല. ഒരു ക്ലബ്ബ്, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ക്ലബ്ബിൽ അവിടെ മൊത്തം ലൈറ്റ് ചെയ്യണം. മൊത്തം ലൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വൻ എക്സ്പെൻസ് ആവും. അപ്പം നമുക്കൊരു ബ്ലോക്കിൽ, അതായത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അത്ര സ്പേഷ്യസ് അല്ലാത്ത ഒരു സ്ഥലത്ത് വേണം ഈ ക്ലബ്ബ് കിട്ടാൻ. ക്ലബ്ബ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം എല്ലാ ക്ലബ്ബുകളും കാണുന്നത് ഒരു ഓപ്പൺ ഏരിയയിലായിരിക്കും.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ ജംഗ്ഷനിൽ റോഡിന്റെ സെൻട്രലായിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്ര ഏരിയ ലൈറ്റപ്പ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പ്രശ്നമാണ് അങ്ങോട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരും പല വഴിക്കും പോയിട്ട് നടന്നില്ല. ഏകദേശം ഒരു 7 ദിവസത്തോളം ക്ലബിന്റെ ലൊക്കേഷൻ കണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് നടക്കുമ്പോഴും ക്ലബ്ബ് റെഡി ആയിട്ടില്ല. പ്രൊഡക്ഷൻ മാനേജർ പോകുന്നു, കൺട്രോളർ പോകുന്നു, അവർ പോകുന്നു, ഇവർ പോകുന്നു. ഓരോ ലൊക്കേഷൻസ് ഒരു ഫോട്ടോ വീഡിയോ ആയിട്ട് അയക്കുന്നു. നമ്മൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ക്ലൈമാക്സ് ലൊക്കേഷൻ ആയില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഓൾറെഡി ലൊക്കേഷനൊക്കെ കുറേ നോക്കി വെച്ചതായിരുന്നു, നമുക്കൊന്നും നോക്കിയല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡയറക്ടർ വിനോദ് പറയുന്നത്, ചേട്ടാ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ? എൻ്റെ വീടിൻ്റെ അടുത്ത്. ഒരു 7 സ്ഥലം. മറ്റൂരാണ് വിനോദിൻ്റെ വീട്. അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്തുള്ള മറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വിനോദിൻ്റെ വീടിൻ്റെ 50 മീറ്റർ അപ്പുറത്ത് ഇതേപോലെ ഒരു ക്ലബ്ബുണ്ട്. ഒരു ചെറിയ ഷോപ്പാണ്, അവിടെ ഒരു കപ്പേളയുണ്ട്, ചെറിയൊരു ക്ലബ്ബാക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഞാൻ പോയി കണ്ട്, ബ്രേക്കിനാണ് പോയി കണ്ടത്. അത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 ആഴ്ചയായിട്ട് 7 പേര് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും എല്ലാവരും. അത് നമുക്കറിയാവുന്ന, ഞാൻ വിനോദിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ആ വഴി പോയിട്ടുണ്ട്. വിനോദ് അവിടെ ജനിച്ചു വരുന്ന ആളാണ്, പക്ഷെ നമുക്കത് ഓർമ്മ ഒന്നുമില്ല. അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് എല്ലാം ഫിക്സ് ചെയ്തു, അവിടെ ലൈറ്റും എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ആ ലൊക്കേഷൻ്റെ 5 മീറ്റർ അപ്പുറത്തുള്ള വീട്, അതായത് നമ്മൾ ക്യാമറ വെക്കേണ്ട സ്ഥലത്ത് ആ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി. നമുക്ക് മൈക്ക് വേണം, ക്ലൈമാക്സ് ആണ്, ഏകദേശം 200ഓളം ആളുകൾ ഉണ്ടാവും, ബഹളം ഉണ്ടായിരിക്കും, ഫൈറ്റേഴ്സ് ഉണ്ട്. മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒരു മരണ വീടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മളിത് എങ്ങനെ ചെയ്യും? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്കും ഫാമിലി ഉണ്ട്. അപ്പോൾ ഭയങ്കര ടെൻഷനായി പോയി. കാരണം വേറെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് എല്ലാം അവിടെ സെറ്റ് ചെയ്തു, ക്ലൈമാക്സിലുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയി. അവസാനം നമ്മൾ അവരോട് പോയിട്ട് സംസാരിച്ചു, നമ്മളെല്ലാം പ്രൊഡക്ഷൻ സൈഡിൽ സംസാരിച്ചു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ആള് ബോഡി വരാൻ കുറച്ച് ലേറ്റ് ആവും, 2 days കഴിയും, ആരോ വരാനുണ്ട്, നിങ്ങൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു നാട്ടുകാരും കൂടി മറ്റൂർക്കാരുണ്ട്. അത് അവർക്ക് വിനോദിനൊന്നും അത്ര ക്ലോസ് ആയിട്ട് അറിയില്ല എന്നുകൊണ്ട് ആ വീടിന്റെ ഫ്രണ്ട് ഞാൻ ലൈറ്റ് വെപ്പിച്ചില്ല. ആ വീട്ടിലേക്ക് സൗണ്ട് പോകാത്ത രീതിയിൽ മാക്സിമം നമ്മൾ മൈക്കൊക്കെ കൺട്രോൾ ചെയ്തു. കാരണം അവർ നമ്മളോട് കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട്, അത് നമ്മൾ തിരിച്ചങ്ങോട്ട് കാണിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ 2 days ഫുൾ നൈറ്റ് നിന്നിട്ട് ആ ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവും. ആ ക്ലൈമാക്സ് ഗണപതിനെ കാണാൻ പറ്റുന്ന ക്ലൈമാക്സ് അവിടെ ഷൂട്ട് ചെയ്ത്. സ്ലോവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് മന്ദാകിനി സിനിമയുടെ ഓരോ ലൊക്കേഷൻസും. അതിങ്ങനെ സഫാരി ടിവിയുടെ പോലത്തെ ഒരു ചാനൽ വന്നിട്ട് പറയാൻ പറ്റിയ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.